നോക്കൂ. യോക്കുട്ട എവിടെയാ പോകുന്നേ? ബാംഗ്ലൂര്. ബാംഗ്ലൂർ ആരാ ഉള്ളേ? ബാംഗ്ലൂർ ആരാ ഉള്ളേ? ജാനു ഇസേം അച്ചാച്ചൻ. വെൽക്കം ടു ബാംഗ്ലൂരു. വലത് കാലം വെച്ചേ. ജാനുവിനെ കണ്ടല്ലേ? അയ്യോ, ഇതാണ് ജോക്കുട്ടന്റെ ജാനു. ഇതാണ് ബാംഗ്ലൂരിൽ എത്തുമ്പോ കേൾക്കേണ്ട പാട്ട് അല്ലേ? ദുർഗ അപ്പാർട്ട്മെന്റ് അതിന്റെ ഞാൻ പറഞ്ഞു ദുർഗ. നമ്മളിന്നുള്ളത് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ ബെന്നാർഘട്ട നാഷണൽ പാർക്കിലാണ്. ബെന്നാർഘട്ട നാഷണൽ പാർക്കിലാണ്. സോ ദീപാവലി ആയതുകൊണ്ട് ഇവിടെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം.
ജോക്കിനെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഓ ജോക്കിനെ നിന്നെയാണോ നോക്കുന്നേ? മുഖം കാണാൻ പറ്റുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. നോക്കി 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 നോക്കി. പിന്നെ നിനക്കൊരു വികാരം ഇല്ലാത്തടാ. കരടിയെ കണ്ടില്ല. കരടി മിസ്സിംഗ് ആണെന്നാണ് ഇവര് പറയുന്നത്. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ 100, 120 ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. ഞങ്ങളെ കരടിയെ കാണിച്ചില്ല. അല്ലെ വേറെ ഏതാണ്ടൊക്കെ കാണിക്കാനുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. എങ്ങോട്ടോ പോയി. അങ്ങനെ എന്തുണ്ട് ഉള്ള ഏതൊക്കെയോ 2 3 പുലിയെയും ലെപ്പോർഡിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. ബൈ വെയിറ്റിംഗ് 5 out of 2 only. ലാസ്റ്റ് ടൈം വന്നപ്പോ 2 out of 5. ലാസ്റ്റ് ടൈം വന്നപ്പോ അടിപൊളി. it was 4 out of 5 because നല്ല സമാധാനമായിട്ട് എല്ലാം നിർത്തി നമ്മൾ കണ്ടു. കരടിയെയും കണ്ടു. 1 മണിക്കൂർ എടുത്താണ് അന്ന് സഫാരി ചെയ്യുന്നത്. ഇന്ന് 25 minutes എടുത്തിട്ടുള്ളൂ. ഓക്കെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീർന്നു. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കാണ്. കുഞ്ഞ് ബട്ടർഫ്ലൈ പാർക്ക് എവിടെ? എന്താണ്? കേറാൻ പറ്റൂല. ഇതെന്തുവാണ്? തീച്ചയാണോ ബട്ടർഫ്ലൈയാ? ഇതെടുത്തിട്ട് ഈഗോ ഇല്ലാത്ത സീറോ ഈഗോ ഹസ്ബൻഡ്. ഫ്രണ്ടിലോ വലിയൊരു ബട്ടർഫ്ലൈ ഉണ്ടോ? അതിന്റെ ദൂരില്
വെൽക്കം ടു ബട്ടർഫ്ലൈ പാർക്ക്. നീ പറഞ്ഞ മരവാഴ അതിവിടെ ഉണ്ട്. ഇതാണ് മരവാഴ. പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇല്ലാത്ത വാഴയാണ് അല്ലേ? ഓ ഇവിടെ പക്ഷേ ഈ വീഡിയോക്കകത്ത് ബട്ടർഫ്ലൈ അത്ര കിട്ടുന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ബട്ടർഫ്ലൈസിനെ ഒന്നും എനിക്ക് അത്രയും വീഡിയോസിൽ കിട്ടുന്നില്ല. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്, അടിപൊളിയാണ്. വീഡിയോയിൽ അത്രയും കിട്ടുന്നില്ല. ഫുൾ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. ഈ ആക്ച്വലി ഈ മേളിലൊക്കെ ബട്ടർഫ്ലൈസ് ഉണ്ട്. അതൊന്നും പക്ഷെ വീഡിയോയിൽ അത്രയും കിട്ടുന്നില്ല. കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. പിടിക്കാൻ പറ്റും നോക്കിയേ. പിടിക്കില്ലേ? അങ്ങനെയാണോ? വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടുത്തെ ബട്ടർഫ്ലൈ പിടിക്കില്ല അല്ലേ? ബട്ടർഫ്ലൈ വരാൻ കാത്തു നിൽക്കുന്നു. ഈ നിപ്പണ്ട ഏത് ബട്ടർഫ്ലൈയും വരും. തന്റെ ചുറ്റിനോടെ കറക്കുന്നുണ്ടോ? പക്ഷെ കയ്യിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പൂവെടുത്ത് കൈ വെച്ചോ. അനങ്ങാതിരിക്കുന്നോ? ഓ അത് റെസ്റ്റ് എടുക്കുമായിരിക്കും. ഇത്രയും നേരം പറക്കുമല്ലായിരുന്നോ? ഈ വെള്ളത്തിലാ? അയ്യോ, ഇത് ബട്ടർഫ്ലൈക്ക് ഇറങ്ങാനുള്ള വെള്ളോ? വിചാരിക്കുന്നത് അത്ര ഫ്രണ്ട്ലി ആയതല്ല. അങ്ങോട്ടീരി ബട്ടർഫ്ലൈ കയ്യിലോട്ട് അങ്ങോട്ടീരി ബട്ടർഫ്ലൈ. ഒറ്റ ഈ പൂ കണ്ടിട്ട് ഒറ്റൊരുത്തം പോലും മരിച്ചോ? ഏതിതോ? അതുകൊണ്ട് ചില്ലുകൂട്ടി വെച്ചിരിക്കാന്നാണോ നീ പറയുന്നേ? അത് മരിച്ചു, അതുകൊണ്ട് ചില്ലുകൂട്ടിന്റെ അത് അടച്ചു വെച്ചേക്കുവാ അല്ലേ? കൊള്ളാം. അന്ന് നമ്മള് കുപ്പിക്കകത്തിട്ട് വെച്ച സാധനമാ ഇത്. അതിൽ നിന്ന് ബട്ടർഫ്ലൈ വിരിഞ്ഞു വരുന്നതാ ഇത്. ആ ബട്ടർഫ്ലൈനെയൊക്കെ വലിയ ബട്ടർഫ്ലൈ ഒക്കെ ഒരു വലിയ ഇന്ത്യയുടെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ആണ്. കണ്ടാ
ചെറിയ കിളിയോ biggest butterfly. അങ്ങനെ ബട്ടർഫ്ലൈ പാർക്കൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വലിയൊരു ചിതൽപുറ്റ് അല്ലേ? ഓ, ഒരാള് വലിയ സന്തോഷത്തിലാണ്. ദാ ഇവിടെ ഒരു പാർക്ക്. ആ കേറും കേറും, അവൻ ഇങ്ങനത്തെ ടൈപ്പ് അവിടെ കേറിയിട്ടുണ്ട്. ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓ, പുലിയെയും കടുവയൊന്നും കണ്ടപ്പോ കിട്ടാത്ത സന്തോഷാണ്. ദേ ഇവിടെ നോക്ക്. റെഗുലർ പാത്ത്, നേച്ചർ പാത്ത്, ഏതെടുക്കണം? നേച്ചർ പാർക്ക്. പക്ഷെ ഒരു സത്യം, ജസ്റ്റ് ഒരു കയറ്റം, ജസ്റ്റ് ഒരു കാട്, അത്രേ ഉള്ളൂ. നോർമൽ വഴി വന്നാൽ മതിയായിരുന്നു തോന്നുന്നു. നേച്ചർ പാർക്കിലൂടെ നടന്നു വരുന്ന കുഞ്ഞു ബട്ടർഫ്ലൈയുടെ അവിടെ. ജോയ ഇങ്ങോട്ട് നോക്ക്, ജോയ ഇങ്ങോട്ട് നോക്ക്. അണ്ട അവിടെ നിൽക്കും. ബട്ടർഫ്ലൈയുടെ നടക്ക് അവിടെ നിന്നോണേ, ഇങ്ങോട്ട് നോക്കിക്കോണേ. ജോയ ഞാൻ പോവാണേ, ഇസ പോവാണേ, ഇസ നിൽക്കാൻ പോവാണ്. The actual mother and daughter scenario, even if he's not. Jo! പടം എടുക്കാനൊന്നും സമ്മതിക്കും തോന്നില്ല. അങ്ങനെ ബട്ടർഫ്ലൈ പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് അല്ലേ. കുറെ അധികം ബട്ടർഫ്ലൈസിനെ നമ്മൾ ഒരുമിച്ച് കണ്ട് നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിനോട് ബൈ പറയുകയാണ്. ഇനി അടുത്ത ലൊക്കേഷനിൽ കാണാം. സോ അടുത്തത് നമ്മൾ സൂയിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ വണ്ടിയിൽ പോകുന്നതിന്റെ സിമ്പിളാണ് ഇത്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു അടിപൊളി സീബ്രയാണ്. നല്ല സുന്ദര സീബ്ര. ഇതിലേതാ സീബ്ര? അനങ്ങുന്നില്ലല്ലോ. സിനിമയാണോ? ഇല്ല, അതിന് തന്നെ മൈൻഡ് ചെയ്യാനില്ല സമയം. എന്നാലും സീബ്രല്ലേ, വിളിക്കുമ്പോൾ നോക്കിക്കോടെ. എല്ലാരും നോക്കുവാണ്, ഇതേറെ ഭ്രാന്തി. തന്നെ ഫോണിടിച്ച്
ഇയാളൊരു ജിറാഫ് 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 ജിറാഫ്. അടുത്തത് നമ്മൾ കാണാനായി പോകുന്നത് ജിറാഫിനെയാണ്. നല്ല അടിപൊളി ഒരു ജിറാഫാണ് കേട്ടോ. നല്ല മസിലൊക്കെ ഉണ്ട്. എന്തോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരുത്തം ഇങ്ങോട്ട് നോക്കി നോക്കും. അതിന് വേറെ അങ്ങോട്ട് നോക്കി. എടാ കണ്ടോടാ ജിറാഫ് നടക്കുന്നുണ്ടോടാ? ഓ ഇത് ശരിക്കും കുഞ്ഞാപ്പി കിടക്കുന്നുണ്ട് രണ്ടെണ്ണം ഉണ്ട്. തലയും കുത്തി കിടക്കും. നമ്മൾ കിടന്ന് ഉറങ്ങണമല്ല. സ്റ്റോപ്പ് ആണ്. കൈ കിടക്കുന്നുണ്ടോ ജയ? അവിടെ ജയുടെ കാല് കണ്ടോ? അടി തിരിഞ്ഞ് കിടക്കുക. നോക്ക് കണ്ടോ? എന്തുവാടേ ഇത്? ഇവിടെ നമുക്ക് വൈൽഡ് ഡോഗ്, അതുപോലെ ഹെയ്നയുണ്ട്, ജക്കാളുണ്ട്, വൂൾഫ് ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തിനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഇവിടെ വൈൽഡ് ഡോഗ് ഉണ്ട്. അങ്ങ് ദൂരെ രണ്ടെണ്ണം കിടപ്പുണ്ട്. ഇതാണ് വൈൽഡ് ഡോഗ്. കണ്ടോടാ ഗ്രേ വൂൾഫ്. എല്ലാവരും നല്ല ഉറപ്പാണ്. പക്ഷെ ഇതിങ്ങനെ കിടക്കുന്നതാണ് നല്ല രസമുണ്ട്. നോക്കട്ടെ. എവിടെ? വേറെ പലതിനും ഉള്ള പുറപ്പാടാണ്. ഓ അല്ല, നമ്പർ 1 കഴിഞ്ഞു. ശരിയുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് പുലി മുള്ളുന്ന കണ്ടത്. ഓ വരുന്നുണ്ട് വരുന്നുണ്ടേ വരുന്നുണ്ടേ അടുത്തോട്ട് വരുന്നുണ്ടേ. ഓ അതിന്റെ സ്കിൻ കണ്ടോടെ. പുലികളെയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ ഒരു പാരറ്റ് ഉണ്ട്. കുറെ ബേർഡ്സ്. ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവ്. സൾഫർ ക്രസ്റ്റഡ് കൊക്കേറ്റോ. മെയിൽസിന് എമറാൾഡ് ഗ്രീൻ,
ഫീമെയിൽസ് റെഡ്, ആ റെഡ് ഫീമെയിൽസും ഗ്രീൻ മെയിൽസും. ഓ, സെക്ഷുവൽ ഡൈമോർഫിസം. ഓ എനിക്ക് ഗ്രീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല റെഡ് നല്ല രസമുണ്ട്. ഇത് ബോയും ഗേളുമാണ്, മെയിലും ഫീമെയിലുമാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബാംഗ്ലൂരിലുള്ള അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. എവിടെയാണെന്ന് എനിക്കും അറിയത്തില്ല. എത്തിക്കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. ഒരേ ചായ.